കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സഭായോഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരോടും നിങ്ങളോടുമൊപ്പം ആയിരിക്കാൻ സർവശക്തനായ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാം. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. മതി. ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് യോഗ്യനായ നമ്മുടെ കർത്താവിനെ കുറിച്ചാണ്. ദേവദാസൻ പറഞ്ഞതുപോലെ എൻ്റെ സാക്ഷ്യമൊക്കെ പറഞ്ഞാൽ കേട്ടിരിക്കാൻ നല്ല രസമൊക്കെ ആയിരിക്കും. പക്ഷേ എന്നെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഉപരിയായി എന്നെ രക്ഷിച്ച എന്നെ വിടുവിച്ച യേശുവിനെക്കുറിച്ച് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമ്മൾ വായിച്ച വാക്യം വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള ഒരു വാക്യമാണ് നമ്മളിവിടെ വായിക്കുവാനിടയായിത്തീർന്നത്. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മറ്റ് ഇതര ഗ്രന്ഥങ്ങളിലില്ലാത്ത അനേക സവിശേഷതകൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പറയുന്നത്, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. 3 ഭാഗ്യവാന്മാരാണ്. ഒന്ന്, വായിച്ച് കേൾപ്പിക്കുന്നവർ ഭാഗ്യവാനാണ്. എന്ന് പറഞ്ഞാൽ വായന അറിയാത്തവർ പോലും ഈ വചനം കേൾക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ വായിക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും ഭാഗ്യവാനാണ്. പ്രമാണിക്കുന്നവരാണ് യഥാർത്ഥമായ ഭാഗ്യവാന്മാർ. കാരണം ഇത് വായിക്കുന്നതും കേൾപ്പിക്കുന്നതിനും ഒക്കെ ഒരു ഉദ്ദേശമേ ഉള്ളൂ. ഇത് പ്രമാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, ഈ പുസ്തകം ഇത് അനുസരിക്കുന്നവർക്ക് അനുഗ്രഹം വിളംബരം ചെയ്ത് എഴുതി ആരംഭിക്കുകയും ഇതിനോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാകുന്നു എന്ന ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇത് എഴുതി അവസാനിപ്പിക്കുകയും ചെയ്തതാണ്. നമുക്കറിയാം, യോഹന്നാൻ ആണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാർ വിവിധ നിലകളിലൂടെ കടന്നു പോകുവാൻ ഇടയായി. അനേക രക്തസാക്ഷികൾ ഉടലെടുക്കുവാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ യോഹന്നാനെ പ്രത്യേകമായ നിലയിലാണ് കൊല്ലുവാനായിട്ട് തീരുമാനിച്ചത്. ഒന്നാമതായിട്ട് ഡൊമീഷ്യൻ ചക്രവർത്തി തീരുമാനിച്ചത് യോഹന്നാനെ തിളച്ച എണ്ണയിൽ മുക്കിക്കൊല്ലുവാനാണ് ഡൊമീഷ്യൻ ചക്രവർത്തി തീരുമാനിച്ചത്. എന്നാൽ തിളച്ച എണ്ണയിൽ യോഹന്നാനെ മുക്കിയിട്ടും യോഹന്നാൻ ആ തിളച്ച എണ്ണ ഒരു കേടും വരുത്തിയിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ പപ്പടം വറക്കുന്ന പോലെ വറുത്തെടുക്കാമെന്നാണ് ഡൊമീഷ്യൻ ചക്രവർത്തി ചിന്തിച്ചത്. എന്നാൽ ആ തിളച്ച എണ്ണയിൽ മുക്കിയ യോഹന്നാന് ഒരു കേടും ദൈവം വരുത്തുവാൻ ഇടയായില്ല. കാരണം ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ തിളച്ച എണ്ണയിൽ മുക്കുന്നതിന് മുമ്പ് തമ്പുരാൻ അവനെ മറ്റൊരു എണ്ണയിൽ മുക്കിയായിരുന്നു, ഒരു അഭിഷേകത്തിൻ്റെ എണ്ണയിൽ. അതുകൊണ്ട് ആ അഭിഷേകമുള്ള യോഹന്നാനെ തൊടുവാൻ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ എണ്ണയ്ക്ക് സാധിച്ചില്ല. ഉയരത്തിലുള്ള ശക്തിയാണ്. ലോകത്തിലുള്ള ശക്തിയെ തൊടുവാൻ ഉയരത്തിലുള്ള ശക്തി പ്രാപിച്ചവന് സാധ്യമല്ല എന്ന് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷമാണ് യോഹന്നാനെ പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് കടത്തിവിടുവാൻ ഇടയായിത്തീർന്നത്. അതിൻ്റെ 10-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. എന്ന് പറഞ്ഞാൽ ആത്മാവിലായി. കർത്തൃ ദിവസത്തിൽ ഇന്ന് പലരും ആത്മീയമായി അവശരാകുമ്പോൾ യോഹന്നാൻ ഇവിടെ കർത്തൃ ദിവസത്തിൽ ആത്മാവിൽ വിവശനാവുകയാണ്. ആത്മീയമായി അവശനായവൻ വെളിവുകേട് കാണുമ്പോൾ ആത്മാവിൽ വിവശനായ യോഹന്നാൻ ചില വെളിപ്പാടുകൾ ദൈവം കാണിച്ചു കൊടുക്കുന്നു. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയ്തരിയ, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനകത്ത് ഒരു മഹാനാദം തൻ്റെ പുറകിൽ താൻ കേട്ടു. തന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ താൻ തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനവനെയും കണ്ടു. ഇവിടെ നമുക്ക് കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ സപ്തസമ്പൂർണ്ണ മഹിമയാണ് യോഹന്നാൻ അവിടെ ദർശിക്കുവാൻ ഇടയായത്. അതിൻ്റെ 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് ഇനി മേലാൽ സംഭവിപ്പാനിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തെ 3ആക്കി തിരിക്കുന്നു. 1, നീ കണ്ടത്; 2, ഇപ്പോൾ ഉള്ളത്; 3-ാമത് ഇനി മേലാൽ സംഭവിപ്പാനുള്ളത്. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയുന്നു, ഇനി മേലാൽ സംഭവിപ്പാനുള്ളത്
ഞാൻ നിനക്ക് കാണിച്ചു തരാം. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വാർത്താ മാധ്യമത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. തത്സമയ സംപ്രേഷണത്തിലൂടെ പല കാര്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നാളെ എന്ത് നടക്കുമെന്ന് ഒരു വാർത്താ മാധ്യമത്തിനും പറയുവാൻ സാധ്യമല്ല. എന്നാൽ അത് നമ്മുടെ കർത്താവായ യേശുവിന് മാത്രമാണ് സാധിക്കുന്നത്. ഇനി മേലാൽ ഇവിടെ എന്ത് സംഭവിക്കും? അപ്പോൾ അങ്ങനെ മേലാൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളാണ് വളരെ വിശദമായിട്ട് ഈ വെളിപ്പാട് പുസ്തകത്തിലൂടെ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. വെളിപ്പാട് പുസ്തകത്തെ നമുക്ക് ചെറുതായിട്ടൊന്ന് പഠിക്കുവാൻ തീരുമാനിച്ചാൽ, വെളിപ്പാട് പുസ്തകത്തിൽ ആകെ 22 അധ്യായങ്ങളാണുള്ളത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം യേശുക്രിസ്തുവിൻ്റെ സപ്തസമ്പൂർണ്ണ മഹിമയുടെ വെളിപ്പാടാണ്. 2-3 അധ്യായങ്ങൾ കൃപായുഗത്തിലെ സഭാചരിത്രത്തിൻ്റെ സംക്ഷിപ്ത വെളിപ്പാടാണ്. 4-ാം അധ്യായം സ്വർഗീയ സദസ്സിനെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. 5-ാം അധ്യായം ഭൂമിയുടെ ഉടമ്പടി പത്രത്തെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. 6-ാം അധ്യായം 6 മുദ്രകളെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. 7-ാം അധ്യായം മഹാപീഡനകാലത്തിലെ ഇസ്രായേലിൻ്റെയും ജാതികളുടെയും രക്ഷിത ഗണങ്ങളെയും കുറിച്ചുള്ള വെളിപ്പാടാണ്. 8-ാം അധ്യായം 7-ാം മുദ്രയും 4 കാഹളങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. 9-ാം അധ്യായം വെട്ടുക്കിളിപ്പടയുടെയും കുതിരപ്പടയാളുടെയും വെളിപ്പാടാണ്. 10-ാം അധ്യായം ബലവാനായ ഒരു ദൂതനെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. 11-ാം അധ്യായം 2 സാക്ഷികളുടെയും 7-ാം കാഹളത്തെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. 12-ാം അധ്യായം സൂര്യധാരനായ സ്ത്രീ, പുരുഷപ്രജ, സാത്താൻ എന്നിവയെക്കുറിച്ച് വെളിപ്പാടാണ്. 13-ാം അധ്യായം അന്ത്യക്രിസ്തുവിനെയും കള്ളപ്രവാദങ്ങളെക്കുറിച്ച് വെളിപ്പാടാണ്. 14-ാം അധ്യായം സിയാൻമലയിലെ കുഞ്ഞാട്, മുന്തിരിക്കുറ അലുക്കൽ അനുഗ്രഹിക്കുന്ന മൃതന്മാർ എന്നൊരു വെളിപ്പാടാണ്. 15-ാം അധ്യായം സ്വർഗത്തിലെ പളുങ്കോട് എന്ന വെളിപ്പാടാണ്. 16-ാം അധ്യായം 7 ക്രോധലക്ഷണങ്ങളുടെ വെളിപ്പാടാണ്. 17-ാം അധ്യായം സഭാഭാവനോട് വെളിപ്പാടാണ്. 18-ാം അധ്യായം വാണിജ്യ ഭാവനോട് വെളിപ്പാടാണ്. 19-ാം അധ്യായം കുഞ്ഞാടിൻ്റെ കല്യാണ മഹോത്സവം, യേശുക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷത, ഹർമഗദോൻ യുദ്ധം എന്നിവയെക്കുറിച്ച് വെളിപ്പാടാണ്. 20-ാം അധ്യായം സഹസ്രാബ്ദ വാഴ്ചയുടെയും അന്ത്യ ന്യായവിധിയെയും കുറിച്ച് വെളിപ്പാടാണ്. 21-ാം അധ്യായം പുതിയ ആകാശഭൂമികൾ, പുതിയ യെരുശലേം എന്നിവയെക്കുറിച്ച് വെളിപ്പാടാണ്. 22-ാം അധ്യായം സ്വർഗത്തിലെ പളുങ്ക് കടലിനെക്കുറിച്ച് വെളിപ്പാടാണ്. അങ്ങനെ ഈ 22 അധ്യായങ്ങളിലൂടെ ഇനി മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ദൈവം നമുക്ക് നൽകിത്തരികയാണ്. മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ, നമ്മൾ വായിച്ചത് പുസ്തകം വാങ്ങുവാനും അതിന് മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. ഈ യോഗ്യനായ ക്രിസ്തുവിനെ സ്വീകരിച്ചാലുള്ള അനുഗ്രഹങ്ങളും ഈ ക്രിസ്തുവിനെ കണ്ടെത്തിയില്ല എങ്കിൽ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വലിയ ദുരന്തങ്ങളുമാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. വെളിപ്പാട് 20:15 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതിൻ്റെ അടുത്ത വാക്യം വായിക്കുന്നു, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 2 കൂട്ടരാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവൻ ഒരിക്കലും പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുകയില്ല. പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുന്ന ഒരു വ്യക്തി ഒരിക്കലും അവനെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടത്തുമില്ല. അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ വായിച്ചത് ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിച്ച് കേൾപ്പിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ലോകം പറയുന്ന പല ഭാഗ്യവാന്മാരെക്കുറിച്ചും ദൈവം ഒരിക്കലും ഭാഗ്യവാന്മാരെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. 10 ലക്ഷം രൂപയും ഒരുമാതിരി കാറും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് ലോകം പറയുമ്പോൾ ദൈവം പറയുന്നത് ലംഘനം മറച്ചും പാപം ക്ഷമിച്ചും കിട്ടിയ മനുഷ്യനാണ് ഭാഗ്യവാൻ. കാരണം ലോകം തരുന്ന സൗഭാഗ്യങ്ങൾ അത് 70-80 സംവത്സരം മാത്രം നീണ്ടു നിൽക്കുന്നവയാണ്. എന്നാൽ ദൈവം തരുന്ന സൗഭാഗ്യങ്ങൾ അങ്ങനെയല്ല. അത് നിത്യത മുഴുവനും നിത്യനായ ദൈവത്തോടു കൂടെ ജീവിക്കുവാനായിട്ട് ആ പ്രത്യാശ പൂരത്തേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളെ തേടി ആ നിത്യത നമുക്ക് നഷ്ടമായി തീരുവാൻ ഇടവരരുത്. നമ്മുടെ കർത്താവ് എന്തിനെല്ലാം യോഗ്യനാണ്? നമ്മുടെ കർത്താവ് രക്ഷിക്കുവാൻ യോഗ്യനാണ്. അവൻ വീണ്ടെടുക്കുവാൻ യോഗ്യനാണ്. 49-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ മനുഷ്യരുടെ വീണ്ടെടുപ്പ് മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് ദൈവമായിരുന്നവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു. മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി തീർക്കുവാൻ വേണ്ടി ദൈവപുത്രനായി യേശു മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിത്തന്നുകൊണ്ടാണ് ഈ രക്ഷാമാർഗം ഒരുക്കിയത്. അതുകൊണ്ട് ഈ രക്ഷ
എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇത്ര വലിയ രക്ഷ എന്നാണ്. രക്ഷയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുന്നത് ചെറിയ രക്ഷ എന്നല്ല, ഇത്ര വലിയ രക്ഷ. രക്ഷ എന്തുകൊണ്ട് വലുതായെന്ന് ചോദിച്ചാൽ വലിയ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് ഈ രക്ഷ. നമുക്ക് ചെറിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അതിൻ്റെ പേര് ചെറിയ രക്ഷ എന്നാണ്. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കുട്ടികൾ ഒരു ക്ലാസ് ടെസ്റ്റ് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ വന്നിട്ട് പറയാ ഇന്ന് ഇടുന്നില്ല, പിറ്റത്താഴ്ച ഇടാമെന്ന്. അപ്പോൾ കുട്ടികൾ പറയാണ് രക്ഷപ്പെട്ടു. ആ രക്ഷയുടെ സമയം ഒരാഴ്ച മാത്രമേ ഉള്ളൂ. വേറെ ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ സഭായോഗം അവസാനിക്കാറായ സമയത്ത് നമ്മുടെ ദേവദാസൻ ഒരു 4-5 വാക്യം അങ്ങോട്ട് വായിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞാനിവിടെ വായിച്ചു എന്നുള്ളൂ, ഇപ്പം പ്രസംഗിക്കുന്നില്ല. അപ്പോൾ പലരും മനസ്സ് വിചാരിച്ചു രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പല നിലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ചെറിയ പനി പിടിച്ച് രക്ഷപ്പെടുന്നതിനേക്കാൾ വലിയ രക്ഷയാണ് ക്യാൻസർ വന്ന് രക്ഷപ്പെട്ടാൽ. സൈക്കിൾ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ വലിയ രക്ഷയാണ് ബൈക്ക് ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടാൽ. ബൈക്ക് ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ വലിയ രക്ഷയാണ് ഫ്ലൈറ്റ് ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടാൽ. അപ്പോൾ ശിക്ഷയുടെ വലിപ്പം അനുസരിച്ചാണ് രക്ഷയുടെ സ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. എവിടെ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത്? നിത്യമായ നരകത്തിൽ നിന്ന്. ആ നിത്യ നരകത്തിൻ്റെ ഓഹരിക്കാരായ നമ്മെയാണ് ദൈവം രക്ഷിച്ചിരിക്കുന്നത്. എന്താണ് അവിടുത്തെ അവസ്ഥ? ലാസറിൻ്റെയും ധനവാന്റെയും കഥ നമ്മളൊന്ന് പഠിക്കുമ്പോൾ ധനവാൻ പറയുന്നത്, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി തൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ ഒന്ന് അയക്കണമെന്നാണ്. ഒരു ഗ്ലാസ് വെള്ളം പോലും ചോദിക്കുന്നില്ല, ഒരു ഉറ്റ് വെള്ളത്തിനാണ് അവിടെ ചോദിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമുക്കിപ്പോൾ ദാഹിച്ചു, നമുക്ക് സവായം കഴിഞ്ഞ് കുടിക്കാമെന്ന് കരുതാം, അല്ലെങ്കിൽ വൈകിട്ടെങ്കിലും കുടിക്കാമെന്ന് കരുതാം, അല്ലെങ്കിൽ നാളെയെങ്കിലും കുടിക്കാമെന്ന് കരുതാം. എന്നാൽ ആ നിത്യ നരകത്തീയിൽ അവിടെ അകപ്പെട്ടാൽ ഒരിറ്റ് വെള്ളത്തിന് 1 വർഷം കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല, 10 വർഷം കഴിഞ്ഞാൽ കിട്ടില്ല, 100 വർഷം കഴിഞ്ഞാൽ കിട്ടില്ല. നിത്യതയോളം ഒരിറ്റ് വെള്ളം പോലും കിട്ടാതെ വളരെ ഭീകരമായ ഒരു നിലയിലാണ് ഒടുക്കം ചെന്ന് എത്തുവാനിടയായിത്തീരുന്നത്. അതുകൊണ്ട് ആ അവസ്ഥയിൽ നിന്നാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത്. അത് യഥാർത്ഥമായിട്ട് ബോധ്യപ്പെട്ടവർക്ക് അവരെ പിന്നെ നമ്മൾ ആരാധന പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവരോട് പിന്നെ സ്തോത്രം പറയേണ്ട ആവശ്യമില്ല, അവരോട് സഭായത്തിൽ സമയത്ത് വരണമെന്ന് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളത് മറന്നു പോകരുത്. ആ നിത്യമായ നരകത്തിൽ നിന്നാണ് ദൈവം നമ്മെ രക്ഷിച്ചത്. അതുകൊണ്ട് രക്ഷയെക്കുറിച്ച് പറയുന്നത് ഇത്ര വലിയ രക്ഷ. രക്ഷ വലുതാക്കാനുള്ള അടുത്ത കാരണം, വലിയ മുതൽ മുടക്കിയാണ് ദൈവം ഈ രക്ഷാമാർഗം ഒരുക്കിയത്. നമുക്ക് കാണാം, ഉൽപ്പത്തി പുസ്തകത്തിൽ സകലത്തെയും തൻ്റെ ശബ്ദത്താൽ ഉളവാക്കിയവനാണ് ദൈവം. ഭൂചര ജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ചെറിയ പരൽ മുതൽ വലിയ നീല തിമിംഗലം വരെ ജലത്തിൽ കൂടെ ഓടി നടക്കുവാനിടയായി. ഭൂചര ജന്തുക്കൾ ജനിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുമ്പോട്ട് നടക്കുന്ന കൊമ്പനാന മുതൽ പിറകോട്ട് നടക്കുന്ന കുഴിയാന വരെ തൻ്റെ ശബ്ദത്താൽ ഉളവാക്കിയവനാണ് ദൈവം. അങ്ങനെ ഈ അണ്ടകടാഹങ്ങളെ മുഴുവനും തൻ്റെ ശബ്ദത്താൽ ഉളവാക്കിയ ദൈവം, മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടപ്പോൾ നമ്മുടെ കർത്താവ് സ്വർഗീയ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് രക്ഷാമാർഗം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുകയായിരുന്നില്ല. പിന്നെ അതിനു വേണ്ടിയാണ് ഏറ്റവും മുതൽ മുടക്കുവാനിടയായത്. ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നത് ഈ രക്ഷ നമുക്ക് പ്രാപ്യമാകുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് രക്ഷിക്കുവാൻ യോഗ്യനാണ്. നമുക്ക് ഒരാളുടെ യോഗ്യതകൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഈ ലോകത്തിലുള്ള പലരുടെയും യോഗ്യതകളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ, ഇവർക്ക് പലർക്കും യോഗ്യതകൾ പലത് പറയാനുണ്ടെന്നുള്ളത് ശരിയാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ അയോഗ്യതകളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ കാര്യം തന്നെ ചിന്തിച്ചാൽ, നമ്മുടെ ഒരു വ്യക്തിയെ കാണുമ്പോൾ, നമ്മളുടെ വ്യക്തിയെ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളാണോ ദോഷങ്ങളാണോ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരിക. ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, നമ്മുടെ സഹോദരിമാർ വളരെ സമയമെടുത്ത് ഒരു സാമ്പാർ ഉണ്ടാക്കി. അപ്പോൾ അത് കഴിച്ച ഉടനെ ആദ്യം പറയുന്നത് ഉപ്പില്ലെന്ന്.
അല്ല ഉപ്പ് മാത്രമല്ല ഇല്ലാത്തുള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റ് അല്ലേ? അല്ല ഈ കറി മാത്രമല്ല ബാക്കി എല്ലാ കറിയും നല്ലതല്ലേ? പക്ഷേ നമ്മൾ ആദ്യം പറയുന്നത് കുറവാണ്. നമ്മൾ ആദ്യം പറയുന്നത് അതെനിക്ക് തോന്നുന്നു നമ്മുടെ മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ്. ഒരു മനുഷ്യൻ നമുക്ക് 10 ഉപകാരം ചെയ്താലും എന്തെങ്കിലും തിക്താനുഭവം ഉണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ നമ്മൾ യോഗ്യതകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ലോകത്തിലുള്ള ഏത് മനുഷ്യനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഇവർക്ക് പലർക്കും യോഗ്യതകൾ പലത് പറയാനുണ്ട്, എന്നാൽ അതിനേക്കാൾ അയോഗ്യതകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. 1 പത്രോസ് 2:9 പറയുന്നത് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ലോകത്തിലെ ഏതെങ്കിലും ഒരു മകൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാമെന്ന് കരുതിയാൽ ദുർഗുണങ്ങൾ പലതും നമ്മൾ മറച്ചു വെക്കേണ്ടതായിട്ട് വരും. എന്നാൽ മറച്ചു വെക്കുവാൻ ഒരു ദുർഗുണങ്ങളും ഇല്ലാത്ത, ഒരു അയോഗ്യതയും ഇല്ലാത്ത ഒരു മഹാനാണ് ലോകത്തിലുള്ളത്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. യേശു ജനിച്ചതുപോലെ ആരും ജനിച്ചിട്ടില്ല, യേശു ജീവിച്ചതുപോലെ ആരും ജീവിച്ചിട്ടില്ല, യേശു ഉപദേശിച്ചതുപോലെ ഉപദേശിച്ചിട്ടില്ല, യേശു പ്രവർത്തിച്ചതുപോലെ ആരും പ്രവർത്തിച്ചിട്ടില്ല, യേശു മരിച്ചതുപോലെ ആരും മരിച്ചിട്ടില്ല, യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശുവിനേക്കാൾ വലിയ മഹാൻ ലോകത്തിൽ ഇല്ല. യേശുവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഒരിക്കൽ നമ്മുടെ കർത്താവ് തന്നെ ഇപ്രകാരം ചോദിച്ചു, മനുഷ്യപുത്രനെ നിങ്ങൾ ആർ എന്ന് പറയുന്നു. യേശുവിനെ കുറിച്ച് നമ്മളൊന്ന് പറയാൻ അവിടെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ചിലർ യോഹന്നാൻ ശ്രാവകനെന്നും ചിലർ പ്രവാചകനെന്നും അങ്ങനെ പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, പക്ഷേ ഉത്തരം ഒറ്റ വാക്കിൽ പറയുവാൻ സാധ്യമല്ല. യേശുവിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്കങ്ങനെ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു പോകാൻ സാധ്യമല്ല. യേശു ആരാണ്? ജ്യോതിശാസ്ത്രത്തിൽ അവൻ പ്രകാശപൂരിതമായ താരകമാണ്. ഭൂഗർഭശാസ്ത്രത്തിൽ അവൻ യുഗങ്ങളുടെ പാറയാണ്. സസ്യശാസ്ത്രത്തിൽ അവൻ ശാരോനിലെ പനിനീർ പുഷ്പമാണ്. ജന്തുശാസ്ത്രത്തിൽ അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അങ്ങനെ ഏത് ശാസ്ത്രത്തിലും നോക്കിയാലും നമുക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിനെ കാണുവാനായിട്ട് സാധിക്കും. ആ യേശു അവൻ വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ യോഗ്യനാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ യേശു ആരാധനയ്ക്ക് യോഗ്യനാണ്. 10 കൽപ്പന പറഞ്ഞപ്പോൾ പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ ആരാധിക്കാവൂ. നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ എവിടെ എടുത്ത് പരിശോധിച്ചാലും അവിടെയൊന്നും യേശു എന്ന് കാണാനായിട്ട് സാധ്യമല്ല. എന്നാൽ പഴയ നിയമത്തിലെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഉൽപ്പത്തിയിൽ അവൻ സ്ത്രീയുടെ സന്തതിയാണ്. പുറപ്പാട് പുസ്തകത്തിൽ പെസഹ കുഞ്ഞാടാണ്. ലേവ്യ പുസ്തകത്തിൽ അവൻ പാപപരിഹാര ബലിയാണ്. സംഖ്യാപുസ്തകത്തിൽ അടിക്കപ്പെട്ട പാറയാണ്. ആവർത്തന പുസ്തകത്തിൽ പ്രവാചകനാണ്. യോശുവയുടെ പുസ്തകത്തിൽ യഹോവയുടെ ന്യായാധിപനാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ യേശു വിടുവിക്കുന്നവനാണ്. രൂത്തിന്റെ പുസ്തകത്തിൽ യേശു വീണ്ടെടുപ്പുകാരനായ ബന്ധുവാണ്. രാജാക്കന്മാരുടെ ചരിത്രമെടുക്കുന്ന പുസ്തകങ്ങളിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ട രാജാവാണ്. എസ്രായുടെ പുസ്തകത്തിൽ യേശു ചിതറിപ്പോയവരെ ചേർക്കുന്നവനാണ്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ യേശു ക്രിസ്തു രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. യോബിൻ്റെ പുസ്തകത്തിൽ യേശു ക്രിസ്തു നമ്മുടെ ഉദ്ധാരകനാണ്. സങ്കീർത്തനങ്ങളിൽ അവൻ സർവ്വവല്ലഭനാണ്. സഭാപ്രസംഗിയിൽ നമ്മുടെ ലക്ഷ്യമാണ്. ഉത്തമഗീതത്തിൽ നമ്മുടെ സംതൃപ്തിയാണ്. തുടർന്നുള്ള പ്രവചന ഗ്രന്ഥങ്ങളിൽ യേശു ക്രിസ്തു വീണ്ടും വരാനിരിക്കുന്ന മശികയാണ്. അങ്ങനെ പഴയ നിയമത്തിൽ നമ്മൾ എവിടെ എടുത്ത് പരിശോധിച്ചാലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. അവർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. എന്നാൽ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നു, യെശയ്യാവ് ക്രിസ്തുവിൻ്റെ തേജസ് കണ്ടു. അപ്പോൾ പഴയ നിയമത്തിൽ യഹോവയായി വെളിപ്പെട്ട ദൈവം അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ആയിരുന്നു. അങ്ങനെ പഴയ നിയമത്തിലെല്ലാം മറഞ്ഞിരിക്കുന്നത് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും ഇണയില്ലാതിരിക്കില്ല. നമ്മൾ അന്വേഷിച്ച് വായിച്ചാൽ നമുക്ക് അടിക്കപ്പെട്ട പാറയൊക്കെ ക്രിസ്തുവിന് നിഴലാണ്. പെസഹ കുഞ്ഞാട് ക്രിസ്തുവിന് നിഴലാണ്. അങ്ങനെ പഴയ നിയമത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. മോശ ക്രിസ്തുവിൻ്റെ നിന്ന വിലയേറിയ ധനമെന്ന് എണ്ണി എന്നാണ് കാണുന്നത്. മോശ യഹോവയുടെ നിന്നയല്ല, ക്രിസ്തുവിൻ്റെ നിന്നയാണ്. അപ്പോൾ പഴയ നിയമത്തിൽ യഹോവയായി വെളിപ്പെട്ട ദൈവം അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയായിരുന്നു.
യേശു ഭൂമിയിലായിരുന്നപ്പോൾ യേശു സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു, അപ്പോൾ തന്നെ സമ്പൂർണ്ണ ദൈവവുമായിരുന്നു. യേശു മനുഷ്യനായതുകൊണ്ട് വള്ളത്തിൽ സഞ്ചരിച്ചു, യേശു ദൈവമായതുകൊണ്ട് വെള്ളത്തിന് മീതെ നടന്നു. യേശു മനുഷ്യനായതുകൊണ്ട് ശമര്യ സ്ത്രീയോട് ദാഹജലം ചോദിച്ചു, യേശു ദൈവമായതുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞു. യേശു മനുഷ്യനായതുകൊണ്ട് കാട്ടത്തിന്മേൽ ഫലം തിരഞ്ഞു, യേശു ദൈവമായതുകൊണ്ട് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. യേശു മനുഷ്യനായതുകൊണ്ട് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു, യേശു ദൈവമായതുകൊണ്ട് പിശാചിനാൽ വന്ദിക്കപ്പെട്ടു. യേശു മനുഷ്യനായതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, യേശു ദൈവമായതുകൊണ്ട് മനുഷ്യരുടെ പ്രാർത്ഥന കേട്ടു. യേശു മനുഷ്യനായതുകൊണ്ട് മരിച്ചു, യേശു ദൈവമായതുകൊണ്ട് ഉയർത്തു. നമ്മൾ ആരാധിക്കുന്ന മരിച്ച് കല്ലറ കിടക്കുന്ന യേശുവിനെ അല്ല, മരണത്തെയും പാതാളത്തെയും ജയിച്ച് ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന വലിയവനായ ദൈവത്തെ തന്നെയാണ് നമ്മൾ ഇന്ന് പകൽക്കാലവും ആരാധിക്കുന്നത്. അവൻ വീണ്ടെടുക്കുവാൻ യോഗ്യനാണ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. മാത്രമല്ല, യേശു ന്യായം വിധിക്കുവാൻ യോഗ്യനാണ്. യേശു ഈ ലോകം ഭരിക്കുവാൻ യോഗ്യനാണ്. എല്ലാ പോയിന്റും ഞാൻ പറയുന്നില്ല, എങ്കിലും യേശു ന്യായം വിധിക്കുവാൻ യോഗ്യനാണ്. അപ്പോസ്തല പ്രവൃത്തി 17, 30, 31 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരിമത്യക്കാരനായ യോസഫിൻ്റെ പുതിയ കല്ലറയിൽ നിന്ന് താൻ പറഞ്ഞതുപോലെ പുനരുത്ഥാനം ചെയ്തപ്പോൾ കല്ലറവാതിക്കലെ കല്ലിനെ തട്ടി മാറ്റിക്കൊണ്ട് ജീവനുള്ള കല്ലായ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ദൈവം ഈ ലോകത്തോട് തന്നെ ഒരു പരസ്യ പ്രഖ്യാപനം നടത്തുകയായിരുന്നു. റോമ ഗവൺമെൻറ്, യഹൂദ ന്യായാധിപ സംഘമേ, യേശുവിനെ ക്രൂശിച്ച ലോകമേ, സാത്താനെ സൈന്യമേ, തൻ്റെ പുത്രനായ ക്രിസ്തു ഇതാ മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ഓർത്തുകൊള്ളുക. അതേ ആ കർത്താവ് നമ്മെ ന്യായം വിധിക്കുവാൻ യോഗ്യനാണ്. തിരുവചനം പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അതുകൊണ്ട് നമ്മെ രക്ഷിച്ചവനായ ക്രിസ്തു, നമ്മെ വീണ്ടെടുപ്പവനായ ക്രിസ്തുവിനെ, ആരാധനയ്ക്ക് യോഗ്യനായ ക്രിസ്തുവിനെ, ന്യായം വിധിക്കുവാൻ യോഗ്യനായ ക്രിസ്തുവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് അനേകരെ ഈ രക്ഷയിലേക്ക് ആനയിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന പ്രബോധനത്തോടെ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. സമയം അനുവദിച്ച കർത്താവിൻ്റെ ദാസനും സഭയ്ക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധി ഇരിക്കുന്നു.